ഹായ് വെൽക്കം ഓൾ. നമ്മളിവിടെ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ രണ്ട് അൺസോർട്ടഡ് അറേസ് അത് മെർജ് ചെയ്ത് മൂന്നാമത്തെ ഒരു അറയിലേക്ക് സോർട്ട് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നു. അപ്പം അതാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്ന പ്രോഗ്രാം. ഇത് പ്രോഗ്രാമിംഗ് ആണ്. നമുക്ക് ഇഷ്ടമുള്ള പോലെ നമ്മളെ രീതിയിൽ ചെയ്യാൻ പറ്റും. ഓരോരുത്തരുടെ ലോജിക്ക് അനുസരിച്ചാണ്. എനിക്ക് കിട്ടിയ ഒരു രീതിയാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്, എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ ചെയ്യുന്നതാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്ക് കിട്ടിയ രീതിയാണ്. അപ്പം വിത്തൗട്ട് വേസ്റ്റിംഗ് യുവർ ടൈം, ലെറ്റ്സ് മൂവ് ഓൺ ടു എ ടോപ്പിക്. ഞാൻ ജസ്റ്റ് ഈ പ്രോഗ്രാം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം ആദ്യം. അതിനായിട്ട് ഞാൻ എൻ്റെ കോഡ് എഡിറ്റർ എടുക്കുകയാണ്. ഞാൻ കോഡ് എഡിറ്റർ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് എക്ലിപ്സ് ആണ്. എക്ലിപ്സ് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, ഇവിടെ എന്നോട് എൻ്റർ ദ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് എൻ്റെ ലിമിറ്റ് ചോദിക്കുന്നില്ല. അപ്പോൾ ലിമിറ്റ് ഞാൻ ഒരു 3 കൊടുത്തു. എൻ്റർ ദ എലമെന്റ്സ് ഇൻ ദ അറേ. എലമെന്റ്സ് ഉദ്ദേശിച്ചത് വാല്യൂസ് ആണ്. വാല്യൂസ് ഞാൻ ഒരു 3, 2, 4, 6 റാൻഡം ആയിട്ട് കൊടുത്തു. എൻ്റർ ദ ലിമിറ്റ് ഓഫ് സെക്കൻഡ് അറേൻ്റെ ലിമിറ്റ് ആണ് എന്നോട്. ലിമിറ്റ് ഞാൻ അതൊരു 4 കൊടുക്കുന്നു. എന്നിട്ട് ഞാൻ റാൻഡം ആയിട്ടുള്ള വാല്യൂസ് ആഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ 4 ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, എലമെന്റ്സ് ഓഫ് അറേ ആഫ്റ്റർ മെർജിങ് ആൻഡ് സോർട്ടിങ്. ഓക്കെ, ഈ രണ്ട് അറയിലുള്ളതും ഇപ്പം മെർജും ആയിട്ടുണ്ട്, സോർട്ടും ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം. 8, 7, 6, 4, 4, 3, 3. ഞാൻ രണ്ട് അറയത്തെയും വാല്യൂസ് മെർജായി സോർട്ട് ആയിട്ട്. അപ്പം ഇതാണ് ഈ പ്രോഗ്രാം. ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നതെന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്ക് 2 അറേ വേണം. 2 അറയിൽ നിന്നും യൂസറിൻ്റെ അടുത്ത് നിന്ന് വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് മേടിക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. array 1 array 2. ഇനി ലിമിറ്റ് വേണം. ലിമിറ്റ് അതായത് അറേൻ്റെ ലിമിറ്റ് 1, ലിമിറ്റ് 2. ഓക്കെ, ഇനി നമുക്ക് ഒരു കൺട്രോൾ വേരിയബിൾ വേണം. നമുക്കറിയാം ഫോർ ലൂപ്പ് വെച്ചിട്ടായിരിക്കും നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യുക അറേയിലേക്ക്. അപ്പം അതിന് വേണ്ടി ഒരു കൺട്രോൾ ഇനിഷ്യലൈസ് ചെയ്യാൻ ഒരു കൺട്രോൾ വേരിയബിൾ ആണ്. അത് ഞാൻ i കൊടുക്കും. ഓക്കെ, ഇനി നമുക്ക് അറേയിലേക്ക് വാല്യൂ ആഡ് ചെയ്യാം. അതെല്ലാവർക്കും അറിയുന്ന സ്റ്റെപ്പാണ്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഞാനിവിടെ അറേത്തെ ലിമിറ്റ് ആഡ് ചെയ്യാൻ യൂസറിൻ്റെ അടുത്ത് നിന്ന് മേടിക്കും. അത് വാല്യൂസ് ഇൻപുട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം വേണ്ടിയിട്ടുണ്ട്. ഇതെല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഒരു അറേയും കൂടെ വേണം. ഇത് ഫസ്റ്റ് അറേൻ്റെ ആണ് നമ്മൾ വാല്യൂസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമതൊരു അറേൻ്റെയും കൂടെ വാല്യൂസ് ആഡ് ചെയ്യേണ്ടത്. നമുക്ക് അതിൻ്റെയും കൂടെ കോഡ് എഴുതാം. ഓക്കെ, ഇവിടെ ഞാൻ array 1ഉം array 2ൻ്റെയും വാല്യൂസ് യൂസറിൻ്റെ അടുത്ത് നിന്ന് ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം അറേയിലേക്ക് എങ്ങനെയാണ് വാല്യൂസ് ഇൻപുട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതുകൊണ്ടാണ് ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാത്തത്. ഓക്കെ, ഇനി ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ മെർജ് ചെയ്യണം. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്ത് ഒരു മൂന്നാമത്തെ ഒരു അറേയിലേക്ക് വെക്കണം. അതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ മൂന്നാമതൊരു അറേയും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നു. ആ അറയ്ക്ക് ആണെങ്കിൽ ഒരു ലിമിറ്റും വേണം. ഈ ലിമിറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ അറേൻ്റെ ലിമിറ്റ് പ്ലസ് സെക്കൻഡ് അറേത്തെ ലിമിറ്റ്. അതായിരിക്കും മൂന്നാമത്തെ അറേയുടെ ലിമിറ്റ്. സോ അതിനായിട്ട് ഞാനിവിടെ ഒരു ലിമിറ്റ് 3 എന്ന് പറഞ്ഞൊരു ഞാനിവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. ലിമിറ്റ് 3. പിന്നെ നമുക്കൊരു അറേ വേണം. array of 3 കൊടുക്കാം. നമുക്ക് 3 ഒരു ഓക്കെ, ഇവിടെ ലിമിറ്റ് 3 എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റത്തെ അറേത്തെ വാല്യൂസും സെക്കൻഡ് അറേത്തെ വാല്യൂസും ഒരു തേർഡ് അറേയിലേക്കാണ് മെർജ് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ആ തേർഡ് അറേയിൽ ഫസ്റ്റത്തെ വാല്യൂസിന്റെ നമ്പർ പ്ലസ് സെക്കൻഡ് അറേന്റെ ലിമിറ്റ്
ലിമിറ്റ് പ്ലസ് ചെയ്താലാണ് ഈ മൊത്തം വാല്യൂസും ഈ രണ്ട് അറയത്തെ ഈ ഫസ്റ്റത്തെ അറയും സെക്കൻഡ് അറയത്തെ വാല്യൂസ് തേർഡ് അറയിലേക്ക് നമുക്ക് വെക്കാൻ പറ്റും. കാരണം അത്രയും വലിയൊരു അറ ആവശ്യമുണ്ട്. സോ ഞാൻ അതുകൊണ്ട് തന്നെ ഇവിടെ limit 3 assign limit 1 plus limit 2. okay. ഇതിന് കാരണം എന്ന് പറഞ്ഞാൽ യൂസർ എത്ര ലിമിറ്റാണ് രണ്ടറയിലും കൂടെ എൻട്രി ചെയ്യുന്നത് നമുക്കറിയില്ല. സോ നമ്മൾ മൂന്നാമത്തെ ഒരു അറേ ആകുമ്പോഴേക്കും ഒരു അസംഷൻ വെച്ചിട്ട് നമുക്ക് അറേൻ്റെ ലിമിറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാക്ട് എത്രയാണോ തേർഡ് അറയിലേക്ക് വേണ്ട ലിമിറ്റ് അത് കിട്ടും. സോ ഇനി ഇതിലെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് അറയും സെക്കൻഡ് അറയും കൂടെ മെർജ് ചെയ്യലാണ് തേർഡ് അറയിലേക്ക്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫോർ ലൂപ്പ് എഴുതുകയാണ്. ഫോർ I is equal to 1 less than equal to limit 3 I plus plus. ഇനി എനിക്ക് ഇവിടെ ഒരു കണ്ടീഷൻ എഴുതണം. ഈ കണ്ടീഷൻ എഴുതിയാൽ മാത്രമാണ് ഈ കണ്ടീഷൻ ശരിയാണെങ്കിൽ മാത്രമാണ് നമ്മളെ അറയിലേക്ക് ഫസ്റ്റ് അറേ ഓഫ് 3യിൽ തേർഡ് അറയിലേക്ക് ഫസ്റ്റ് അറേ കോപ്പി ആവുള്ളൂ. സോ അതെങ്ങനെയാണ് കണ്ടീഷൻ എഴുതാൻ നോക്കാം. സോ അതിനായിട്ട് if I less than equal to limit 1 then values array 3 of I assign array array 1 of I. അപ്പം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ എഴുതിയിട്ടുണ്ട് ഫോർ ലൂപ്പ് I is equal to 1 I less than is equal to limit 3. limit 3ൽ ഇപ്പം അറേ 1ഉം അറേ 1ത്തെ ലിമിറ്റും അറേ 2ത്തെ ലിമിറ്റും കൂടെ പ്ലസ് ചെയ്ത് ഉള്ള ലിമിറ്റ് 3 ആണുള്ളത്. അപ്പം I is equal to 1 I less than equal to limit കണ്ടീഷൻ ശരിയായതുകൊണ്ട് തന്നെ താഴേക്ക് പോകും. അപ്പം I less than equal to limit 1 ഐയിൽ ഇപ്പോൾ 1 less than equal to limit 1. ഓക്കെ ഇവിടെ I less than equal to limit 1. അപ്പം കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ഐയിൽ ഇപ്പോൾ 1 ആണ്, ലിമിറ്റിൽ ഇപ്പം യൂസർ എൻ്റർ ചെയ്ത ലിമിറ്റാണ്. അപ്പം ഈ ലിമിറ്റ് I is less than equal to limit 1 ആകുന്നവരെ ഈ അറേ ഓഫ് 3യിലേക്ക് ഈ അറേ ഓഫ് 1 അസൈൻ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ഈ ലിമിറ്റ് കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴേക്കും ഈ അറേ ഓഫ് 3യിലേക്ക് അറേ ഓഫ് 1 ഫുള്ളായിട്ട് അറേ ഓഫ് 1ത്തെ വാല്യൂസ് അസൈൻ ചെയ്തിട്ടുണ്ടാവും. അപ്പം നമ്മളുടെ അറേ ഓഫ് 3യിൽ ഇപ്പം അറേ ഓഫ് 1ത്തെ വാല്യൂസ് കിട്ടിയിട്ടുണ്ടാവും. സോ അപ്പം നമ്മൾ കോപ്പി ആയിരിക്കുന്നത് അറേ ഓഫ് 1ത്തെ വാല്യൂസ് ആണ്. ഇനി നമുക്ക് അറേ ഓഫ് 2ത്തെ വാല്യൂസ് നമ്മുടെ അറേ ഓഫ് 3യിലേക്ക് കോപ്പി ചെയ്യണം. അതെങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് അറേ കോപ്പി ചെയ്യാനായി എൽസ് കണ്ടീഷനിൽ else array 3 of I assign array 2 of ഇവിടെ എന്ത് കൊടുക്കും? ഇതാണ് ഇനി നമുക്ക് വരുന്ന സംശയം. ഇവിടെ ഐ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പ്രോഗ്രാം തെറ്റിപ്പോകും. കാരണം ഐയിൽ ഇപ്പോൾ തന്നെ ഇൻക്രിമെൻറ്റ് ചെയ്ത് ആ ലിമിറ്റ് വഴി ഇൻക്രിമെൻറ്റ് ചെയ്ത് ഫസ്റ്റ് അറയിലെ ലിമിറ്റിന് ഈക്വൽ ആയിട്ടുള്ള വാല്യൂ ആണുള്ളത്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഇൻക്രിമെൻറ്റ് ചെയ്ത് വരുമ്പം
അതിൻ്റെ ബാക്കിയാണ് ഇൻക്രിമെൻ്റ് ചെയ്ത് നമ്മുടെ ഐയിലുള്ളത്. സപ്പോസ് ഇപ്പം ലിമിറ്റ് 1ൽ നമ്മൾ 3 വരെയായിരുന്നു. അപ്പം 3 = ആയപ്പം ഈ 3 3 3 ആയപ്പം പ്രോഗ്രാം എൻഡായി എൽസിലേക്ക് പോകും. പിന്നെ ഇവിടെ വരുന്ന 4 ആയിരിക്കും. അപ്പോൾ ഈ 4 തന്നെയായിരിക്കും പിന്നെയും നമ്മൾ ഈ ഐയിൽ ഉണ്ടാവുക. അപ്പോൾ ആ ഐ ഇവിടെ കൊടുത്താൽ നമ്മൾ പ്രോഗ്രാം മുഴുവനായിട്ട് തെറ്റിപ്പോകും. കാരണം ഈ അറേൻ്റെ 4th ഇൻഡെക്സിലുള്ളത് എടുക്കും, അങ്ങനെ തെറ്റിപ്പോകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് കൊടുക്കാം? അപ്പോൾ നമ്മളൊന്നും ചെയ്യേണ്ട, ഒരു വേരിയബിൾ അസൈൻ ചെയ്യാം. ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യും. ഞാൻ k എന്ന് പറഞ്ഞു കൊടുത്തു. k = 0 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. എന്നിട്ട് ആ k ഞാൻ ഇവിടെ കൊടുക്കുന്നു. then k = k + 1. ഓക്കെ, ഇത്ര ചെയ്ത് കഴിഞ്ഞാൽ ഈ k ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതനുസരിച്ച് kയിൽ ഇപ്പോൾ 0 ആണ്. 0ൽ അപ്പം ഈ array of 2ലുള്ള ആദ്യത്തെ വാല്യൂ ഈ ഐയിലേക്ക്, array of 3യിലേക്ക് ചെല്ലും. അങ്ങനെ ഈ k ഇൻക്രിമെൻ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിലുള്ള ഫുൾ വാല്യൂസും array of 3യിലേക്ക് ചെല്ലും. ഓക്കെ, നമുക്കപ്പം ഇത് മെർജ് ആയെന്ന് ജസ്റ്റ് കൺസോൾ ചെയ്ത് നോക്കി വെക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനായിട്ട് ഒരു ഫോർ ലൂപ്പ് എഴുതാം. for i = 1, i <= limit 3 i++, then printf %d, array 3 of i. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇത് മെർജ് ആയിട്ടുണ്ടോ. ആൻഡ് ബിഫോർ ദാറ്റ് ഇവിടെ 0 ആയിരിക്കും, അത് ഞാൻ 1 ആക്കിയിട്ടുണ്ട്. 0 കൊടുക്കരുത്, ഇറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഇവിടെ k = 1 കൊടുത്താലാണ് ഫസ്റ്റ് പൊസിഷനായി ചെക്ക് ചെയ്യുക. സോ ദാറ്റ്സ് വൈ I changed that. സോ നമുക്ക് ഇനി ഒന്ന് നോക്കി നോക്കാം ഇത് മെർജ് ആയിട്ടുണ്ടോ ഇല്ലയോ. അതിന് മുമ്പേ ഞാൻ കുറച്ചും കൂടെ വ്യക്തമായി കാണാൻ ഒരു /t കൂടി ഇട്ടു നോക്കി നോക്കാം. നമുക്ക് ഇനി ഇത് മെർജ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കി നോക്കാം. ഓക്കെ, എൻ്റർ ദ ലിമിറ്റ് ഓഫ് ഫസ്റ്റ് അറേൻ്റെ ലിമിറ്റ് ഞാൻ കൊടുത്തു, 3 കൊടുത്തു. ഓക്കെ, വാല്യൂസ് ഞാൻ കൊടുക്കുകയാണ്. 1 3 2 1. ഓക്കെ, ഞാൻ 3 2 1 കൊടുത്തു. ഇനിയിപ്പോൾ എൻ്റർ ചെയ്യുന്നു. അപ്പം എൻ്റർ ദ ലിമിറ്റ് ഓഫ് സെക്കൻഡ് അറേൻ്റെ ലിമിറ്റ് ചെയ്യുക, അതൊരു 4 ഞാൻ കൊടുക്കണം. എന്നിട്ട് 5 6 9 4 സി ഞാനിത് കൊടുത്തപ്പം അതിൻ്റെ റിസൾട്ട് ഒരു തേർഡ് അറേയിലേക്കായി കിട്ടി. നമുക്ക് നോക്കി ചെക്ക് ചെയ്ത് നോക്കാം ശരി തന്നെയാണോ. ഓക്കെ, നമ്മൾ ആദ്യത്തെ അറേ കൊടുത്ത് 3 വന്നിട്ടുണ്ട്, 3 2 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് അറേത്തെ 5 6 9 4. അപ്പം നമ്മളുടെ അറേ മെർജ് ആയിക്കഴിഞ്ഞു. ഇത് തമ്മിൽ നമ്മൾ മെർജ് ആയിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് സോർട്ട് ചെയ്താൽ മതി. ഈ /t അവിടെ വർക്ക് ചെയ്യത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും കൂടെ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സേവ് ചെയ്ത് റൺ ചെയ്തപ്പോൾ /t കിട്ടുന്നുണ്ട്. വേണമെങ്കിൽ ഞാൻ കാട്ടിത്തരാം കൂടെ. ഓക്കെ, ഫസ്റ്റ് അറേൻ്റെ ഞാൻ കൊടുത്തു, 3 കൊടുക്കുന്നു. array of random numbers ഞാൻ അടിച്ചു. സെക്കൻഡ് അറേ ഞാൻ 4 കൊടുത്തു. പിന്നെ റാൻഡം നമ്പേഴ്സ് ഞാൻ അടിക്കുകയാണ്. ഇനി ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. സി, ഇതെല്ലാം നമുക്ക് മെർജ് ആയി കിട്ടിയിട്ട് ഇനി നമുക്ക് സോർട്ട് ചെയ്യാം. സോ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സെലക്ഷൻ സോർട്ടാണ്. നമുക്ക് സെലക്ഷൻ സോർട്ട് അറിയാമെങ്കിൽ ഇത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. കാരണം സെലക്ഷൻ സോർട്ട് ഞാൻ ഭയങ്കര രീതിയിൽ ഇതിൻ്റെ അകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല.
ഞാൻ ഇത് സോർട്ട് ചെയ്ത് ഒരു ചെറിയ രീതിയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. സോ സെലക്ഷൻ സോർട്ട് അറിയാത്തവരാണ് ഇത് കാണുന്നതെങ്കിൽ അതൊന്ന് യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ഷൻ സോർട്ടിങ് എങ്ങനെയാണെന്ന് മനസ്സിലാവും. അത് കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരിക. ഇപ്പോൾ സെലക്ഷൻ സോർട്ട് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ സെലക്ഷൻ സോർട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേരിയബിളിനെ നിർത്തിക്കൊണ്ട് തന്നെ ബാക്കിയുള്ള എല്ലാ വേരിയബിളായിട്ട് കമ്പയർ ചെയ്യും ഏതാണ് വലുത് എന്നുള്ളത്. എന്നിട്ട് ആ വലുതുള്ളത് ഏത് പൊസിഷനിലേക്കാണ് വരേണ്ടത് പൊസിഷനിലേക്ക് പോകും. അങ്ങനെയായിട്ട് സോർട്ട് ചെയ്ത് പോരും. അപ്പം അതെങ്ങനെ ചെയ്യുന്നത് നമുക്ക് നോക്കി നോക്കാം. സോ അതിനായിട്ട് ഞാൻ ഇവിടെ തന്നെ ചെയ്യുകയാണ്. വേറെ അപ്പം ഞാൻ i=1 i<= limit 3 കൊടുത്തിരിക്കുന്നു. കണ്ടീഷൻ ശരിയാണ്. ഈ സെലക്ഷൻ സോർട്ടിങ് ചെയ്യാൻ നമുക്ക് വേറൊരു വേരിയബിളും കൂടെ വേണം. കാരണം നമ്മൾ ആ വേരിയബിൾ വെച്ചിട്ടാണ് ബാക്കിയുള്ളതിനെ ചെക്ക് ചെയ്ത് പോകുന്നത്. സോ ഞാൻ j എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ്. j അത് കഴിഞ്ഞ് നമ്മൾ j വെച്ച് ഇങ്ങനെ ഒരു ഇന്നർ ഫോർ ലൂപ്പും കൂടി ഇട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ j=i i+1 i+1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇപ്പം ഐയിൽ 1 ആയതുകൊണ്ട് നമുക്ക് ആ വേരിയബിൾ തന്നെ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ നെക്സ്റ്റ് വേരിയബിൾ നമുക്ക് ചെക്ക് ചെയ്താൽ മതി. സോ ഐയിൽ ഇപ്പോൾ 8 ആണ്, i=1 ആൻഡ് j=2 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാവുക. ഓക്കെ, അപ്പം ചെക്ക് ചെയ്യുമ്പോൾ i1നെ അവിടെ നിർത്തി j ചെക്ക് ചെയ്യും ഏതാണ് വലുത് എന്ന രീതിയിൽ. സോ അതിനായിട്ട് നമുക്കൊരു കണ്ടീഷൻ എഴുതണം. if array3 of i less than equal to array3 of j then കണ്ടീഷൻ ശരിയാണെങ്കിൽ ഇത് ശരിയാണെങ്കിൽ നമുക്കൊരു ടെമ്പററി വേരിയബിളിലേക്ക് array of iനെ മാറ്റിവെക്കും. സെലക്ഷൻ സോർട്ടിംഗ് ആണ്. ഇത് അറിയുമെന്ന് വിശ്വസിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ നമുക്ക് ടെമ്പററി വേരിയബിൾ ഞാനിവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല. സോ ഞാൻ ടെമ്പററി ആയിട്ടൊരു വേരിയബിൾ ടെമ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ടെമ്പിലേക്ക് array of 3നെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇനി array3 of i is equal to അസൈൻ ചെയ്തിരിക്കുന്നു array3 of j. then ടെമ്പിനെ array3 of j-ലേക്ക് അസൈൻ ചെയ്തിരിക്കുന്നു. സോ ഇങ്ങനെയാണ് സെലക്ഷൻ സോർട്ടിങ് നടക്കുക. സെലക്ഷൻ സോർട്ടിങ് ഒരു പൊസിഷൻ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തി ബാക്കിയുള്ള പൊസിഷനെയൊക്കെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കും. അങ്ങനെയാണ് സെലക്ഷൻ സോർട്ടിങ് നടക്കുക. സോ ഇപ്പോൾ നമ്മൾ സോർട്ടിങ്ങും കൂടെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കി നോക്കാം ഇത് പ്രിന്റ് ചെയ്താൽ വരുന്നുണ്ടോ. ഓക്കെ, സോ അതിനായിട്ട് ഞാൻ ഒരു ഫോർ ലൂപ്പ് എഴുതുകയാണ്. ഫോർ ലൂപ്പ് for i = 1 i less than equal to limit 3 i plus. So print vegd array3 of i. സോ അതിന് മുമ്പേ നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്തേക്കാം. print of values. സോ ഇങ്ങനെ ഒന്ന് പ്രിന്റും കൂടെ ചെയ്തിട്ടുണ്ട്, മനസ്സിലാകാൻ പറ്റി. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ഇത് വർക്കാവില്ലയോ എന്ന് നമുക്ക് നോക്കി നോക്കാം. അതിനു മുമ്പ് നമുക്ക് വാല്യൂസ് ഒക്കെ ഒന്ന് ടാബ് ഇട്ട് കാണാൻ വേണ്ടി ഫസ്റ്റ് കൊടുക്കുന്നു. ഓക്കെ, ഇതെനിക്ക് നമുക്കൊന്ന് വർക്ക് ചെയ്യാൻ നോക്കി നോക്കാം. ഓക്കെ,
ഓക്കെ, എൻ്റെ ലിമിറ്റ് പറയുന്നു ഞാൻ ഒരു 4 കൊടുക്കുന്നു. ഇനി റാൻഡം നമ്പേഴ്സ് അറേയിലേക്ക് എൻ്റർ ചെയ്തിരിക്കുന്നു. 4 എൻ്റർ ചെയ്തിട്ടുണ്ട്. എൻ്റെ ലിമിറ്റ് ഓഫ് സെക്കൻഡ് അറിയുന്ന ലിമിറ്റ് ഒരു 3 ഞാൻ കൊടുക്കും. ദെൻ 6, 4, 8. നമുക്ക് ഇത് സോർട്ട് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വാല്യൂസ് ഓഫ് അറേ ആഫ്റ്റർ മെർജിങ് ആൻഡ് സോർട്ടിങ് 6, 8, 5, 4, 4, 3, 3. സോ നമ്മുടെ തേർഡ് അറേയിലേക്ക് മെർജും ആയിട്ടുണ്ട്, സോർട്ടും ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് രണ്ട് അൺസോർട്ടഡ് അറേ സോർട്ട് ചെയ്ത് മെർജ് ചെയ്ത് പ്രിന്റ് ചെയ്യുന്നത്. കാരണം ഞാൻ അതിൻ്റെ വർക്കിംഗ് ഒന്നും കൂടെ പറഞ്ഞുതരാം. സോ ആദ്യത്തെ അറേയിലേക്ക് നമ്മൾ ലിമിറ്റ് വെച്ച് പറഞ്ഞിരിക്കുന്നു അറേ ലിമിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ലിമിറ്റ് 1ലേക്ക് നമ്മൾ 4 വന്നിരിക്കുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് വാല്യൂസൊക്കെ അറേ 1ൽ നമ്മൾ എൻ്റർ ചെയ്തു. അത് കഴിഞ്ഞ് സെക്കൻഡ് നമ്മളോട് ചോദിക്കുന്നു സെക്കൻഡ് അറേയിൽ ലിമിറ്റ് ആക്കാൻ. അപ്പോൾ നമ്മൾ 3 എൻ്റർ ചെയ്തിരിക്കുന്നു, ലിമിറ്റിൽ 3 വന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ വാല്യൂസും എൻ്റർ ചെയ്തിരിക്കുന്നു. അപ്പം ഈ രണ്ട് അറേയിലും വാല്യൂസ് വന്നിട്ടുണ്ട്, ഫസ്റ്റ് അറേയിൽ സെക്കൻഡ് അറേയിൽ. ഇനി നമ്മൾ തേർഡ് അറേയിലേക്ക് മെർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിമിറ്റ് 3 എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലിമിറ്റ് 3ലേക്ക് ലിമിറ്റ് 1 പ്ലസ് ലിമിറ്റ് 2 അങ്ങനെയാണെങ്കിൽ 4 പ്ലസ് സെക്കൻഡ് അറേൻ്റെ ലിമിറ്റ് എത്രയായിരുന്നു 3. ഓക്കെ, 4 പ്ലസ് 3 ഈസ് ഈക്വൽ ടു 7. അപ്പോൾ 7 ആണ് തേർഡ് അറേൻ്റെ ലിമിറ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ അറേയിലേക്ക് തേർഡ് അറേയിലേക്ക് ഫസ്റ്റ് അറേത്തെ വാല്യൂസും സെക്കൻഡ് അറേത്തെ വാല്യൂസും കൊള്ളുന്നതായിരിക്കും. ഇനി നമ്മൾ ഒരു ഫോർ ലൂപ്പ്, അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഫോർ ലൂപ്പാണ്. ഫോർ ലൂപ്പിലേക്ക് ചാടി. അപ്പം ഫോർ ലൂപ്പിൽ കണ്ടീഷൻ i is equal to 1 എന്ന് കൊടുത്തിട്ടുണ്ട്. 1 ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് 3. ലിമിറ്റ് 3ൽ ഇപ്പോൾ 7 ആണല്ലോ. 1 ലെസ് ദാൻ ഈക്വൽ ടു 7. യെസ്, കണ്ടീഷൻ ശരിയാണ്, താഴേക്ക് പോകുന്നു. അപ്പോഴേക്കും അടുത്ത് ഈഫ് കണ്ടീഷനിൽ നമ്മൾ ചോദിക്കാൻ ഈഫ് ഐയിൽ ഇപ്പോൾ 1 ആണ്. 1 ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് 1. ലിമിറ്റ് 1ൽ ഇപ്പോൾ ലിമിറ്റ് 1 എത്രയാണ്? ലിമിറ്റ് 1ൽ 4. അപ്പം 1 4 ചെറുതാണോ? ഒബ്വിയസ്ലി യെസ്. അതുകൊണ്ട് തന്നെ അറേ ഓഫ് 3യിലേക്ക് അറേ ഓഫ് 1ത്തെ ഫസ്റ്റ് വാല്യൂ ആഡ് ആവുന്നു. എഗെയിൻ ഈ ലൂപ്പ് വർക്ക് ആവുന്നു. ഇവിടെ 2 ആവുന്നു, ഐയിൽ 2 ആയിരുന്നു. 2 ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് 1. ലിമിറ്റ് 1 4 ആണ്. ഓക്കെ, ശരിയാണ്. 2 ലെസ് ദാൻ ഈക്വൽ ടു 4 ആണ്. സോ അഗെയിൻ അറേ ഓഫ് 3യിലേക്ക് അറേ ഓഫ് 1ത്തെ വാല്യൂ ആഡ് ആണ്. ആഡ് അല്ല, അസൈൻ ആവുന്നു. ഓക്കെ, അങ്ങനെ i 4 ആവുന്നു. 4 ഈക്വൽ ലെസ് ദാൻ ഈക്വൽ ടു 4. യെസ്, കണ്ടീഷൻ ശരിയാണ്. അങ്ങനെ അറേ ഓഫ് 1ലുള്ള വാല്യൂസ് ഫുൾ അറേ ഓഫ് 3യിലേക്ക് അസൈൻ ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ അത് കഴിഞ്ഞിട്ട് ഈ i വാല്യൂ 5 ആകുമ്പോൾ എൽസിലേക്ക് ചാടും. എൽസിലേക്ക് ചാടി കഴിഞ്ഞാൽ നടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറേ ഓഫ് 2 അറേ ഓഫ് 3യിലേക്ക് അസൈൻ ആവും. ഇവിടെ k വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു. ഇവിടെ i നമ്മൾ കൊടുക്കുന്നെങ്കിൽ ഐയിൽ ഇപ്പം എത്രയാണുള്ളത്? 5 ആണുള്ളത്, റൈറ്റ്. 5 ഇവിടെ വന്നു കഴിഞ്ഞാൽ കണ്ടീഷൻ പ്രോഗ്രാം എറർ ആയിരിക്കും. സോ വേറെ എന്തെങ്കിലും വാല്യൂസ് വരും. സോ നമ്മളിവിടെ k എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അത് നമ്മളിവിടെ 1 എന്ന് പറഞ്ഞിട്ട് 1 നമ്മളതിൻ്റെ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അപ്പം അറേ ഓഫ് 2 ഇവിടെ k കൊടുക്കുന്നു 1 ആയതുകൊണ്ട് തന്നെ ഈ ഇതിലെ 5th പൊസിഷനിലേക്ക് ഇതിലെ ഫസ്റ്റ് പൊസിഷൻ ആദ്യം അസൈൻ ആവും. ദെൻ കണ്ടീഷൻ ഇവിടെ നോക്കുന്നു, ശരിയാണ്. അത് കഴിഞ്ഞിട്ട് താഴേക്ക് പോകുന്നു, k 2 ആവുന്നു. ഇതിങ്ങനെ ആഡ് ആവുന്നു. അങ്ങനെ ഇത് ഫുൾ ആഡായി ഒരു തേർഡ് അറേയിലേക്ക് മെർജ് ആവുന്നു, ഫസ്റ്റ് അറേയും സെക്കൻഡ് അറേയും. സോ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ ലൂപ്പിൽ നമുക്ക് അറേ 3നെ നമ്മൾ സോർട്ട് ചെയ്യുന്നു. സോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സെലക്ഷൻ സോർട്ടിങ് ഉപയോഗിക്കുന്നു. സിമ്പിളായിട്ട് തന്നെ ഒരു വാല്യൂവിനെ വെച്ച്
സോർട്ട് ചെയ്യുന്നു. ഇത് ഞാൻ ഈ സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ഇപ്പം തന്നെ വീഡിയോയുടെ ലെങ്ത് കുറേ കൂടി, അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്തത്. പിന്നെ സെലക്ടിങ് സോർട്ടിങ് അറിയുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും, അതും കൂടെ കൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. സോ സെലക്ഷൻ സോർട്ട് വഴി ഈ ടെമ്പിൽ വെച്ച് ഒരു വേരിയബിൾ ടെമ്പിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു. അത് ഓക്കെ, അങ്ങനെ സോർട്ടിങ് നടക്കുന്നു. സോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഫോർ ലൂപ്പിൽ ആ തേർഡ് അറേ പ്രിന്റ് ചെയ്യുന്നു. അതാണ് നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് അല്ല, ഒരു ടാസ്ക് പോലെ തരികയാണ്. ഇപ്പോൾ നമ്മളിവിടെ സോർട്ട് ചെയ്തിരിക്കുന്നത് ഡിസെൻഡിങ് ഓർഡറിലാണ്. ഇതിൽ അസെൻഡിങ് ഓർഡറിലേക്ക് മാറ്റി പ്രിന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കി വെക്കുക. സോ ഗൈസ്, ഞാൻ ഒന്നും കൂടെ കോഡ് കാട്ടിത്തരാം. ഇത് ഞാൻ ഒന്നും കൂടെ പറയുന്നു. ഇതിപ്പോൾ ഞാൻ ചെയ്ത രീതിയാണ്. ഇതിന് ഒരുപാട് രീതികളുണ്ടാവും ചെയ്യാൻ. സോ എനിക്ക് കിട്ടിയ വഴിയാണ് ഞാൻ കാട്ടിത്തരുന്നത്. ഞാൻ പറഞ്ഞ എക്സ്പ്ലനേഷനിൽ എന്തെങ്കിലും മനസ്സിലാകാണ്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ കൂടെയാണ്. സോ ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേർഡ്സ് മാറിപ്പോയിട്ടുണ്ടാകാം. സോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ പോസ് ചെയ്തിട്ട് ഈ കോഡ് ഒന്ന് നോക്കിയാൽ മതി. സോ അത് വായിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നതാണ്. കോഡ് ഇതാണ്. ഓക്കെ, ഒന്നും കൂടെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ വേണമെങ്കിൽ ഒന്നും കൂടെ കാട്ടിത്തരാം. അറേ 1th വാല്യൂ 4 പറയുന്നു, 3. സോ ഇതും സോർട്ട് ചെയ്തിട്ടുണ്ട്. 54, 37, 6, 5, 3, 3, 3. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. സോ ഇതൊന്നും കൂടെ കോഡ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. വേണ്ട പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്റ്റെപ്പിൻ്റെ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. സോ ബൈ ഗൈസ്. Thank you so much for watching this video.